السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത്, ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം, എല്ലാ വിഷയങ്ങളുടെയും വിജയവും പരാജയവും തീരുമാനിക്കുന്ന കാര്യം ഇഖ്ലാസാണ്, നമ്മുടെ നിയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഹദീസ് നിങ്ങളിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. പ്രവർത്തനങ്ങൾ, അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണ് നിയ്യത്ത് വെച്ചത് അതാണുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അരികിൽ പ്രവർത്തനങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ റുബ്ബ അമലിൻ സഗീർ തഅസ്സിമുഹു നിയ്യ. എത്രയോ ചെറിയ പ്രവർത്തനങ്ങൾ നിയ്യത്ത് കാരണത്താൽ വളരെ വലുതാകാറുണ്ട്. വറുബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ. എത്രയോ വലിയ വലിയ പ്രവർത്തനങ്ങൾ നിയ്യത്ത് കാരണത്താൽ ചെറുതാകാറുണ്ട്. നോക്കൂ, നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ അവരുടെ പ്രതിഫലങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളുമായി കുറച്ചു നേരം ഇരിക്കാം എന്നതായിരിക്കും അവന്റെ ഉദ്ദേശം. അവന് അതിന് പ്രതിഫലമുണ്ട്. വേറെ ഒരാളുടെ ഉദ്ദേശം എന്തെങ്കിലും ഒരായത്ത് പഠിക്കാം എന്നതായിരിക്കും, അവന് അതിന് പ്രതിഫലമുണ്ട്. വേറെ ഒരാളുടെ ഉദ്ദേശം മലക്കുകളുടെ ദുആ ലഭിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ അത് എനിക്ക് ലഭിക്കാൻ കഴിയുമല്ലോ എന്ന പ്രതീക്ഷയായിരിക്കാം, അവന് അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ ഈ മൂന്ന് നിയ്യത്തുകൾ ഒരുമിപ്പിച്ച ഒരാൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്രതിഫലങ്ങളിൽ നിന്നും പങ്കുണ്ട്. അതുകൊണ്ട് ഏതൊരു അമലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ഒരു നിമിഷം നിന്നുകൊണ്ട് എന്താണ് എന്റെ നിയ്യത്ത് എന്ന് സ്വയം പരിശോധിക്കുക. എന്തിനാണ് ഞാൻ വന്നത്? എന്താണ് ഞാൻ ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അരികിൽ ഉപകാരപ്പെടാൻ നമുക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യമാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദത്തുൻ. അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇബാദത്തുകൾ വരെ പുണ്യമില്ലാത്ത കാര്യമായി മാറും. ഇബാദത്ത് വരെ പ്രതിഫലം കിട്ടാത്ത കാര്യം. ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവന് ഇബാദത്ത് ചെയ്യുന്നത് ഒരു ശീലം പോലെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതുപോലെ, ലാ തഖുൽ ഇദാ സാമ അന്നാസു സുംത്. ജനങ്ങളെല്ലാം നോമ്പെടുത്താൽ ഞാനും നോമ്പെടുക്കും എന്ന പോലെ ആകരുത് നീ. ആൾക്കാർ നോമ്പെടുത്താൽ അവന് നോമ്പുണ്ടാവും, ആൾക്കാർ നിസ്കരിച്ചാൽ അവന് നിസ്കാരം ഉണ്ടാവും, അവന് പ്രത്യേകിച്ചൊരു നിയ്യത്ത് അതിലില്ല. അങ്ങനെ ആകരുത്. എല്ലാവരും വരുന്നു, അപ്പൊ ഞാൻ വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? അങ്ങനെ ആവരുത്. ഞാനല്ല ഇത് വെച്ച ആള്, അപ്പൊ ഞാൻ വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഞാനല്ല പോസ്റ്റർ ഷെയർ ചെയ്ത്, പിന്നെ ഞാനെങ്ങനെ പോവാതിരിക്കും? അങ്ങനെ ആവരുത്. സഹോദര, ഏതൊരു അമലിന് മുൻപിലും ഒരു നിമിഷം നിന്നുകൊണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക.
ചില ആളുകളുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അവരെ ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് വിളിച്ചാൽ, നീ ഒരു ദർസ് കേൾക്കാൻ വരൂ എന്ന് വിളിച്ചാൽ അവരിൽ ചിലർ ഉത്തരം പറയുന്ന മുമ്പ് ഒരു നിമിഷം നിൽക്കും, കുറച്ചു നേരം നിൽക്കും. ഞാൻ എന്തിനാണ് ഈ പോകുന്നതെന്ന് ആദ്യം ചിന്തിക്കട്ടെ, എന്നിട്ടാണ് അവർ അതിന് പുറപ്പെടാറുണ്ടായിരുന്നത്. ഇവൻ വിളിച്ചതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെ പോവാതിരിക്കും? അതാവരുത്. നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുത് നീയത്തില്ലാത്തത് കാരണത്താൽ. അതേസമയം പണ്ഡിതന്മാർ പറഞ്ഞു, വഅദാതു അഹ്ലിൽ യഖ്ളതി ഇബാദ, കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശീലങ്ങൾ വരെ അവന് ഇബാദത്താൻ, ജീവിതത്തിൽ ചെയ്യുന്ന ശീലങ്ങൾ വരെ അവന് ഇബാദത്താക്കാൻ സാധിക്കും. ചില ആളുകൾ, മിക്ക ആളുകളും ചെരുപ്പ് ധരിക്കുന്നത് ആദ്യം വലത്തേക്കല്ല, അതവന്റെ ശീലമാണ്. പക്ഷെ അതിനു മുൻപ് നീയത്തുണ്ടായാൽ ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് എന്ന ഉദ്ദേശം നിന്റെ മനസ്സിൽ ഒരു നിമിഷം എടുത്ത് എത്ര നേരം വേണം നീയത്ത് വെക്കാൻ? വളരെ ചുരുങ്ങിയ സമയമേ അതിനാവശ്യമുള്ളൂ. അതുണ്ടായിരുന്നു എങ്കിൽ അവൻ എത്ര തവണ ഒരു ദിവസം ചെരുപ്പ് ധരിക്കുന്നുണ്ട്, എത്ര പ്രതിഫലം അവന് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും നീയത്തില്ലാത്തത് കൊണ്ട് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കുക, അത് ചിന്തിച്ചുകൊണ്ട്. ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കേണ്ടായി, രണ്ട് ചെരുപ്പ് കാലിടണം. അപ്പൊ ഒരു ചെരുപ്പ് കാലിട്ടതിന് ശേഷം അടുത്ത ചെരുപ്പ് ഇടാൻ വേണ്ടി 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെരുപ്പ് ഇട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ഒറ്റ ചെരുപ്പിൽ നടക്കാൻ പാടുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ തുഖാലിഫു സുന്ന വലൗ ഫീ ഖുത്വ. ഒരു കാൽവെപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് നീ എതിരാകരുത്. അതിൽ നമുക്ക് പഠിക്കാൻ വരെ പാഠങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു കാൽവെപ്പിന്റെ കാര്യം വരെ ശ്രദ്ധിക്കുക എന്നത് നമുക്ക് പുണ്യങ്ങൾ അനേകം ലഭിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് സഹോദര, നീയത്ത് ശരിയാക്കുക. പ്രത്യേകിച്ച് അമലുകൾ വളരെ കുറവാണ്. ചെയ്യുന്ന അമലുകൾ നീയത്തിന്റെ പോരായ്മ കാരണത്താൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, നമ്മൾ ജനിച്ചു വീണ നാട്ടിലല്ല നമ്മളുള്ളത്. മറ്റൊരു നാട്ടിൽ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വന്നവരാണ് നമ്മൾ. നമ്മുടെ ഈ അവസ്ഥയിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസ് ആ പാഠത്തിലേക്ക് സൂചന നൽകുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബറു സബീൽ. നീ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം? കഅന്നക ഗരീബ്, ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം. നീ നാട്ടുകാരനല്ല. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യ പോയി തലയിടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നീ വേറെ നാട്ടുകാരനാണ്. നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാനുണ്ട്. നിനക്ക് നിന്റേതായ ഉദ്ദേശങ്ങളുണ്ട്. ചില ആൾക്ക് വീട് വെക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കും. ചില ആളുകൾക്ക് മറ്റു ചില കടങ്ങൾ തീർക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കും. അവന്റെ ലക്ഷ്യമുണ്ട്, അത് തീർത്ത് തിരിച്ചു പോവുക. അതാണ് അവന്റെ ലക്ഷ്യം. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്, അപരിചിതനെ പോലെ നീ ജീവിക്കുക. ദുനിയാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക സ്ഥലമാണ്. എത്ര ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുന്ന ദിവസം. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, നമുക്ക് തിരിച്ചു പോകാനുള്ളത് അങ്ങോട്ടാണ്. നമ്മുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ജീവിച്ച വീടുണ്ട്. അവിടുന്ന് പുറത്താക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് നമ്മുടെ സ്ഥിര സ്ഥലമല്ല, തൽക്കാലത്തേക്ക് വന്നതാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, അധികം പോലും ബാക്കിയില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇനി നിമിഷങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ദിവസങ്ങളായിരിക്കാം. എന്തായാലും 100-200 വർഷം ജീവിക്കാൻ ബാക്കിയുള്ള ഒരാളും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. നീ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത്, ഈ നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും നീ ഇടപെടുന്നുണ്ടോ? അറബികൾ തമ്മിൽ എന്തെങ്കിലും വർത്തന അതിൽ ഇടപെടുന്നുണ്ടോ? നീ നിന്റെ കാര്യം നോക്കുന്നു. നിന്റെ സലാമത്ത് നീ ഏറ്റവും കാര്യമായി പരിഗണിക്കുന്നു. നിന്റെ രക്ഷ നിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയാണ്. അവിടെ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കേസ് വന്നാൽ പിന്നീട് കയറാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഹുറൂബ് അടിക്കും. നോക്കൂ, ഈ ചിന്തകൾക്കിടയിലാണ് ഒരു അറിയാതെ പോലും
ഒരു നിയമം തെറ്റിച്ചു പോകുമോ എന്ന പേടിയിലാണ് ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ ഈ അവസ്ഥയിൽ വലിയ പാഠമുണ്ട്. നമ്മുടെ അവസ്ഥ നമുക്കൊരു ഗുണപാഠമാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥിതി നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ രണ്ട് ആമുഖങ്ങൾ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിക്കാം. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇൻഷാ അള്ളാഹ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചതിന് പിന്നിലുള്ള കാരണം, അവൻ അള്ളാഹു നബിമാരെ എല്ലാം പറഞ്ഞയച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം, റസൂലുകൾ അയച്ചതിന് പിന്നിലുള്ള കാരണം, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതിന്റെ കാരണം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വധിക്കുക, ജിഹാദ് എന്നത് അള്ളാഹു നിയമമാക്കിയതിന് കാരണം, ഇതുപോലെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ കാരണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ കാരണം. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കാരണം തൗഹീദാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിലെ ആദ്യ ഭാഗമാണ്. സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലായി എന്നത് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും അത് കേൾക്കുമ്പോൾ മടുപ്പുണ്ടാകുന്നതിലേക്ക് നമ്മളെ നയിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. നിങ്ങൾ മുസ്ഹഫ് മറിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൽപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അവരെ പഠിച്ചിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കാര്യം അള്ളാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. എത്ര എത്ര ആയത്തുകൾ. സഹോദരങ്ങളെ, തൗഹീദ് ഒന്നാമത്തെ കാര്യമാണ്. ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് തൗഹീദ്? ഞാൻ എത്ര അധികം പറയുന്നത്, എത്ര തവണ കേട്ട കാര്യമാണ്. ഇനി എന്തിനാണ് തൗഹീദ് പറയുന്നത്? നമുക്കാണോ തൗഹീദ് പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളത്? നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ അവിടുന്ന് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മക്കയിൽ മുഴുവൻ എന്താ പറഞ്ഞത്? നിസ്കാരം ഇസ്ലാമിലെ രണ്ടാമത്തെ കാര്യം ഹിജ്റയുടെ തൊട്ടു മുൻപുള്ള വർഷങ്ങളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്, നിർബന്ധമാക്കപ്പെടുന്നത്. അതിനു മുൻപുള്ള വർഷം മുഴുവൻ പറയുന്നത് എന്താണ്? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, വിജയിക്കാം. 13 വർഷക്കാലം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ശരി, ഇത്രയും കഴിഞ്ഞു, മദീനയിലേക്ക് എത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, ആക്രമിക്കപ്പെട്ടവരുണ്ട്, പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. യാസറും സുമയ്യയും നിങ്ങൾക്ക് പരിചിതരാണ്, ബിലാലും അമ്മാറും ഖബ്ബാബും നിങ്ങൾക്ക് പരിചിതരാണ്. കഅബയുടെ അരികിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചിടപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊക്കെ എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പേരിലാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് മുഹമ്മദ്. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്നത് നബി അങ്ങ് പഠിക്കണം. ഇനി ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കാൻ, അത് കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇനി എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കാതെ പോവാ? സഹോദരങ്ങളെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ലാ ഇലാഹ, ഇബാദത്തിന് അർഹനായി ഒരാളുമില്ല, ഒരു വസ്തുവുമില്ല,
ഒരു കാര്യവുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒന്നും തന്നെയില്ല. ചില ആളുകൾ പറഞ്ഞു ലാ ഇലാഹ എന്നത് തഖ്തഅ കുല്ലൽ അലായിഖ്, എല്ലാ ബന്ധങ്ങളെയും എല്ലാ വേരുകളെയും എല്ലാ കണക്ഷനുകളെയും മുറിച്ചു മാറ്റുന്നതാണ്. ഹൃദയം പരിപൂർണമായും ശൂന്യമാണ്. ലാ ഇലാഹ, ഒരു മഅബൂദും ആരാധിക്കപ്പെടാൻ ഇബാദത്തായി ആരാധനകൾ നൽകാൻ ഒരാളുമില്ല ഇല്ലല്ലാഹ് എന്നാണ് രണ്ടാമത്തെ ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ. ചിലർ പറഞ്ഞതുപോലെ വളരെ വിലപിടിപ്പുള്ള ഒരു വജ്രം നിന്റെ കയ്യിലുണ്ട്, നിനക്കത് നിന്റെ മുറിയിൽ കൊണ്ടുപോയി വെക്കണം. നിന്റെ മുറിയിൽ അത് കൊണ്ടുപോയി വെക്കണമെങ്കിൽ മുറി ആകെ വൃത്തികേടായി കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? വജ്രം അവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് വൃത്തിയാക്കുക? അല്ല, എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിനുശേഷമാണ് ആ വിലപിടിപ്പുള്ള വജ്രം നീ അവിടെ വെക്കുന്നത്. ചിലർ പറഞ്ഞു അത്തഖ്ലിയതു ഖബ്ല തഹ്ലിയ, ആഭരണങ്ങൾ ധരിക്കുന്നതിന് മുൻപ് എന്ത് വേണം? ശരീരം വൃത്തിയാക്കണം, അല്ലെ? നല്ല വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് എങ്ങനെ? ആദ്യം ശരീരം വൃത്തിയാക്കുക, എന്നിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. അലങ്കാരങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരുന്നത് വൃത്തിയാക്കിയതിനു ശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നത് പറയുന്നത് എങ്ങനെയാണ്? ലാ ഇലാഹ, ആരാധിക്കപ്പെടാൻ ഒരാളുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള സ്ഥാനം ഏറ്റവും ശക്തമായി അടിയുറപ്പിക്കുന്ന കാര്യമാണത്. സഹോദരങ്ങളെ, തൗഹീദുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരു ഭാഗം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇബാദത്തുകൾ അതിന് അർഹതയുള്ളവൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്, അവനല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അർത്ഥമെന്ന് പറഞ്ഞല്ലോ. ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ വലിച്ചെറിയേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. 4 കാര്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കണം. ഒന്നാമത്തെ കാര്യം അൽ ആലിഹ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ഉള്ള ആലിഹത്തുകളെ നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കണം. ഇത് ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു ഷൈഇൻ തഖ്സിദുഹു ബിജൽബി നഫ്ഇൻ ഔ ദഫ്ഇ ദുർ, എന്തെങ്കിലും ഒരു ഉപകാരം നേടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കുന്നതിനു വേണ്ടി നീ ആരെയാണോ അവലംബമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ. വളരെ ലളിതമായ വിശദീകരണമാണത്. നിനക്കൊരു ഉപകാരം കിട്ടണം, നിനക്ക് ആരോഗ്യം വേണം, സമ്പത്ത് വേണം, സ്വർഗം വേണം, ഹിദായത്ത് വേണം, ഈ നന്മ ലഭിക്കുന്നതിനു വേണ്ടി നീ ആരെയാണോ അവലംബമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ. നീ ഒരു പ്രയാസം ഭയക്കുന്നുണ്ട്, ആ പ്രയാസം നിങ്ങളുടെ നീങ്ങിപ്പോണം. ഭാര്യ പ്രസവ വാർഡിലാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട്, അവളെ നിനക്ക് തിരിച്ചു കിട്ടണം, നിന്റെ കുഞ്ഞിനെ നിനക്ക് ലഭിക്കണം, ഒരു പ്രയാസവുമില്ലാതെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോണം. ആ സന്ദർഭത്തിൽ നിന്റെ അവസാന അവലംബമായി നീ ആരെയാണ് അവനാണ് നിന്റെ ഇലാഹ. ചില ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകാറില്ലേ? നീ ഡോക്ടറാണ് എങ്ങേറ്റത്തെ അവലംബമായി കാണാൻ ഡോക്ടറാണ് നിന്റെ ഇലാഹ. അങ്ങനെയാണ് നീ കാണുന്നതെങ്കിൽ, ഡോക്ടറെ നിങ്ങളില്ലാതെ എനിക്ക് ഇനി വേറെ ആൾ പറയാനില്ല എന്നാണ് അയാൾ പറയുന്നത്, അയാളില്ല ഡോക്ടറാണ്. അവസാനത്തെ നിന്റെ അവലംബമാരാണ്. ആ സന്ദർഭത്തിൽ നീ ആരുടെ അടുത്താണ് പോയി പ്രാർത്ഥിക്കുന്നത്? വലിയ ഔലിയാക്കളെ, ബദരീങ്ങളെ എന്നാണോ നീ പറയുന്നത്? അല്ല, അല്ലാഹുവേ റബ്ബേ എന്നാണോ നീ പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ ഉപകാരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി, ഉപദ്രവങ്ങൾ തടുക്കുന്നതിനു വേണ്ടി നീ അവലംബമായി കാണുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. ആരല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇലാഹുകളെ നീക്കണം. ഒന്നാമത്തെ കാര്യം ആലിഹത്താൻ. രണ്ടാമത്തെ കാര്യം അത്തവാഗീത്ത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ താഗൂത്തുകളെ എടുത്തു കളയണം. താഗൂത്തുകൾ എന്ന് പറഞ്ഞാൽ കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ് ഫഹുവ റാദിൻ അൻ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന അതിൽ സ്വയം തൃപ്തി അടയുന്ന ആരൊക്കെയുണ്ടോ ഇവരൊക്കെ താഗൂത്തുകളാണ്. ഇവരിൽ നിന്നൊക്കെ നീ അകന്നു നിൽക്കണം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ആൾദൈവങ്ങളുണ്ട്, അവരാരാധിക്കുന്ന, അവർ തൃപ്തി അടയുന്ന ആളുകളാണ്. ഈ കാലഘട്ടത്തിൽ തവാഗീത്തുകളുടെ പുതിയ രൂപങ്ങളുണ്ട്.
ചില ആളുകൾ ഏതെങ്കിലും കായിക ഇനത്തിൽ ഒരാളെ കൊണ്ടുപോയിട്ട് അയാൾ ഗോഡ്, ഇവനാണ് ഇതിലെ ദൈവം, ക്രിക്കറ്റിന്റെ ദൈവമാണ്, ഫുട്ബോളിന്റെ ദൈവമാണ്, അയാൾ ഉദ്ദേശിച്ചാൽ എന്തും നടക്കും. അയാളെ പുകഴ്ത്തുന്ന, അയാളെ അങ്ങേറ്റം ദൈവികമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി അയാൾക്ക് വേണ്ടി രാവും പകലില്ലാതെ ജീവിക്കുക. അതിൽ തൃപ്തി അടയുന്ന ആളുകൾ, ഇങ്ങനെ ദൈവമാണെന്ന് പറയപ്പെടുന്നതിൽ തൃപ്തി അടയുന്ന ആളുകൾ, ഇത്തരം തവാഗീത്തുകൾ, അവരിൽ അകന്നു നിൽക്കുക. അള്ളാഹുവിന് പുറമെ താഗൂത്തുകളായി, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ, അതിൽ സ്വയം തൃപ്തി അടയുന്ന ആരൊക്കെയുണ്ടോ, അവരെ അള്ളാഹു ഒഴിവാക്കാനല്ല പറ, വെറുതെ ഒഴിവാക്കാനല്ല പറ. എന്താ പറഞ്ഞേ? വജ്തനിബു അത്താഗൂത്ത്, വജ്തനിബു. ചിലർ പറഞ്ഞു കൂനു ഫി ജാനിബിൻ വത്താഗൂത്ത് ഫി ജാനിബ്. നീ ഒരു വശത്താണെങ്കിൽ താഗൂത്ത് അതിന്റെ നേരെ എതിർവശത്തായിരിക്കണം. നീ അവരെ ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. നീ അള്ളാഹുവിന്റെ ഹസ്ബിലാൻ, താഗൂത്തുകൾ പിശാജിന്റെ ഹസ്ബിലാൻ. ഇത് രണ്ടും തമ്മിൽ ഒരുമിക്കാന്നുള്ള ഉണ്ടാവില്ല. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകുക എന്നത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് താഗൂത്തുകളെ നീ ഉപേക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം അൽ അർബാബ്, അർബാബുകൾ. അവിടെ നമ്മുടെ നാട്ടിൽ സൗദിയിൽ പറയുന്ന അർബാബല്ല, ഖുർആനിൽ വന്ന അർബാബ് എന്ന പദം അതിന്റെ അർത്ഥത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ, യഹൂദ നസാറാക്കൾ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെയുള്ള അർബാബുകളാക്കി. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു കുല്ലു മൻ അഫ്താക ബിമുഖാലഫത്തിൽ ഹഖ് വഅതഅതഹു സാദിഖൻ മുസദ്ദിഖ ഫഹുവ ലക മിനൽ അർബാബ്. നിന്നോട് ഒരാൾ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി ഒരു വിധി പറഞ്ഞു, അള്ളാഹ് ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ട്, നിനക്കൊരാൾ പറഞ്ഞു ഹറാമാണ്. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട്, നിന്നോടൊരാൾ പറഞ്ഞത് ഹലാലാണ്. നിനക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമാണിത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമാണിത്. ഇത് മനസ്സിലായതിനു ശേഷവും നീ അയാളെ അനുസരിക്കുകയും അയാൾ പറയുന്നതാണ് ശരിയെന്ന് അംഗീകരിക്കുകയും ചെയ്താൽ അവൻ നിന്റെ റബ്ബായി. മനസ്സിലായി? നോക്കൂ, നിങ്ങൾ നസാറാക്കളെ നോക്കൂ. ഇത്രയും കാലം ആ കൗമിനെ സംബന്ധിച്ചിടത്തോളം സ്വവർഗരതി അറപ്പുണ്ടാക്കുന്ന വൃത്തികേടായിരുന്നു. ഇപ്പൊ അത് മോശമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അവർക്ക് ഏറ്റവും വലിയ അതിക്രമി. എന്താ കാരണം? അപ്പോ അച്ഛന്മാർ പറയാൻ തുടങ്ങി, മാറ്റി പറയാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ച് ഹറാം, എത്ര വ്യക്തമായ ഹറാമാണ് ഹലാലായി പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കിയാൽ, അവനൊരു കാര്യം ഹലാലാക്കിയാൽ അതിനു വിരുദ്ധമായി ആര് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും, എത്ര വലിയ ആളാണ്, അബൂബക്കർ സിദ്ദീഖ് ആകട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് ആകട്ടെ റളിയല്ലാഹു അൻഹുമാ, അവര് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വിരുദ്ധം പറയുകയില്ല. പക്ഷെ പറഞ്ഞു എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കപ്പെടാൻ അർഹതയുള്ളവർ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വിധി പറഞ്ഞു. ആ വിഷയത്തിൽ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതെന്ന് പറഞ്ഞു. മുന്നിലിരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു, അബൂബക്കറും ഉമറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് വിരുദ്ധമാണ് അവരുടെ അഭിപ്രായം. ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, യൂഷികു അൻ തൻസില അലൈക്കും ഹിജാറത്തുൻ മിനസ് സമാ അഖൂലു ഖാല റസൂലുള്ളാഹി തഖൂലൂന ഖാല അബൂബക്കർ വഉമർ. നിങ്ങൾക്കുമേൽ ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ വർഷിക്കാനായിരിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത് പറയുന്നു, നിങ്ങൾ പറയുന്നത് എന്താ? അബൂബക്കർ ഉമർ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ആ വാക്കിന് ശേഷം ഇനി ഒരാൾക്കും ഒരു ന്യായമില്ല. അബൂബക്കറും ഉമറും പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ ഇമാം ഷാഫിഇയോ അല്ലെങ്കിൽ ഇമാം അഹ്മദോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവലേത് ഷെയ്ഖോ, അള്ളാഹുവിന്റെ റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിന്റെ അടിത്തറ.
അർബാബുകൾ നിനക്ക് ഉണ്ടാകാൻ പാടില്ല. 3 കാര്യം പറഞ്ഞു. ഏതൊക്കെ 3 കാര്യം? ആലിഹത്തുകൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് പുറമെ നീ നന്മയോ തിന്മയോ പ്രതീക്ഷിക്കുന്ന അവലംബങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് പുറമെ നീ അള്ളാഹുവിനെ പ്രതീക്ഷ അർപ്പിക്കണം. 2 താവൂത്തുകൾ ഉണ്ടാകാൻ പാടില്ല. 3 അർബാബുകൾ എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദ നസാറകളുടെ ആയത്തെ ആലോചിച്ചാൽ മതി, എപ്പോ ഓർമ്മ വരുന്നത്. 4ാമത്തെ കാര്യം അൽ അൻദാദ്. അൻദാദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ അൻദാദുകളെ സ്വീകരിച്ചിരിക്കുന്നു. എന്താ അവർക്ക് അൻദാദുകളെ സ്വീകരിച്ച് എങ്ങനെയാണ് ഉണ്ടായത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ തങ്ങളുടെ അൻദാദുകളെ സ്നേഹിക്കുന്നു. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മാ സറഫക അൻ ദീനിൽ ഹഖ് മിൻ അഹ്ലിൻ ഔ വലദിൻ ഔ ഖരീബിൻ ഔ നഹു ദാലിക്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയുന്ന രൂപത്തിൽ നിന്റെ കുടുംബമോ നിന്റെ മക്കളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ റബ്ബിന്റെ ദീനിന് വിരുദ്ധമായി നിൽക്കുന്നതിലേക്ക് നിന്നെ പരിപൂർണമായി എത്തിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന് പുറമെയുള്ള അൻദാദുകളായിരിക്കുന്നു. ചില ആളുകളുടെ സുബ്ഹാനല്ലാഹ് അവരെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് അവന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അവന്റെ ഭർത്താവാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, ഭർത്താവ് ശിർക്കിലാണോ എങ്കിൽ അവള് ശിർക്കിലാണ്, ഭർത്താവ് നിരീശ്വരവാദത്തിലാണോ എങ്കിൽ അവൾ നിരീശ്വരവാദത്തിലാണ്, ഭർത്താവ് നിസ്കരിക്കുമോ എങ്കിൽ അവൾ നിസ്കരിക്കും, ഭർത്താവ് മുമ്പ് ആണോ. സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അള്ളാഹുവിനോടാണ് നിനക്ക് ഒന്നാമത്തെ ബാധ്യതയുള്ളത്. എത്ര നീ സ്നേഹിച്ചാലും അള്ളാഹുവിന് വിരുദ്ധമായി നിന്റെ ഭർത്താവ് പറഞ്ഞ് അനുസരിക്കാൻ പാടില്ല. അത് നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു പഠിപ്പിക്കുകയും വേണം, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം. സ്നേഹത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച പരിധികൾ പാലിക്കുക തന്നെ വേണം. എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ട് എന്തുള്ളൂ എന്ന് ഭാര്യ പറഞ്ഞാൽ നീ ഓർമ്മിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ മറന്നൊരു വാക്ക് നീ പറയരുത്. ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ അടുത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഒരിക്കൽ എന്റെ വാപ്പനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നെയാണോ ഇഷ്ടം നിന്റെ ഉമ്മാനാണോ ഇഷ്ടം? അപ്പൊ മോൾ പറയാൻ, ഞാനിപ്പോ മുപ്പരല്ലേ ചോദിച്ചത്, അപ്പൊ ഞാൻ എങ്ങനെ മുപ്പരോട് പറയും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പൊ ഷെയ്ഖ് മകൾ പറയാൻ, അപ്പൊ എന്റെ വാപ്പ എന്നോട് വീണ്ടും പറഞ്ഞു, ഇല്ല നീ ഉത്തരം പറയും, എന്നെ തന്നെയാണോ അല്ല എന്റെ ഉമ്മാനാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം? അപ്പൊ ആ പെൺകുട്ടി പറയാൻ, ഉപ്പാനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉപ്പാനെയാണ്. അപ്പൊ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു തന്നു, നീ അങ്ങനെ പറയാൻ പാടില്ല, നീ നിന്റെ ഉമ്മാനെയാണെന്ന് പറയണം. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരെ ഇഷ്ടം? അപ്പൊ നീ ഉപ്പാനെയാണ്. സുമ്മ ഉമ്മുക്ക, പിന്നെ നിന്റെ ഉമ്മാനെ തന്നെ ആയിരിക്കണം. പിന്നെ ആരെയാണ് നിനക്കിഷ്ടം? സുമ്മ ഉമ്മുക്ക, പിന്നെ നിന്റെ ഉമ്മാനെയാണ് നീ സ്നേഹിക്കേണ്ടത്. പിന്നെ ആരെയാണ്? സുമ്മ അബൂക്ക, പിന്നെ നിന്റെ വാപ്പാനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സ്നേഹിക്കാനാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച പരിധി അങ്ങനെയാണ്, അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. നിനക്കത് ഇഷ്ടകരമായിട്ടില്ലെങ്കിൽ പോലും, നിനക്കത് താല്പര്യമില്ലെങ്കിൽ പോലും എന്റെ ഉമ്മാനെയാണ് നീ കൂടുതൽ സ്നേഹിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, സ്നേഹം എങ്ങനെയാണോ അള്ളാഹു റസൂൽ നിശ്ചയിച്ച അങ്ങനെ സ്നേഹിക്കാൻ പാടുള്ളൂ. ഒരാള് ഭാര്യനോട് പറഞ്ഞു, എടി ഇങ്ങനെ ചെയ്തോ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണത്, ഭാര്യ നിന്നെ അനുസരിച്ച് നിനക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകരുത്, നിനക്ക് അവളോടുള്ള സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും അധികരിക്കരുത്, നിന്നെ സ്നേഹം കുറയാണ് വേണ്ടത്, നിന്നെയാണ് അവൾ അനുസരിച്ചെങ്കിൽ പോലും. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിനെയാണ് അവൾ അനുസരിക്കേണ്ടത്, നിന്നല്ല അനുസരിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് അവൾ അനുസരിക്കേണ്ടത്. അപ്പോഴാണ് നിന്റെ ഭാര്യ നിനക്ക് സഹായിയാവുന്നത്. അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിനക്ക് ആരാണ്? ഇന്നമൽ
ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളാം. ഇവർ നാളെ വന്നിട്ട് പറയില്ല, പരലോകത്ത് വന്നിട്ട് ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഇവർ നാളെ നരകം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയില്ല. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആ ദിവസം വന്നെത്തിയാൽ ഉമ്മയും വാപ്പയും മക്കളെ വിട്ടേച്ചു പോകും, സഹോദരങ്ങൾ വിട്ടേച്ചു പോകും. ഒരാളും ഉണ്ടാവില്ല, നീ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അന്ന് രക്ഷപ്പെടാൻ നിനക്ക് എന്താണോ സഹായകമായിട്ട് അത് ചെയ്യുക. അത് നിന്റെ മക്കളെയും പഠിപ്പിക്കുക, കുടുംബത്തെയും പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾ അറിയാതെ സംഭവിച്ചു പോകുന്ന ഷിർക്കിൽപ്പെട്ടതാണിത്. ദീൻ പരിപൂർണമായി ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് നിന്റെ സ്നേഹം വളർന്നു കഴിഞ്ഞാൽ, ഇത് പല ആളുകൾക്കും ചിലപ്പോ ഇന്ന് കാണുന്നില്ല, നിങ്ങൾ ഈ പ്രേമത്തിന്റെ പേരിൽ സംഭവിക്കുന്നത്. 5 നേരം നിസ്കരിച്ചിരുന്ന ആള് അമ്പലത്തിൽ പോവാൻ റെഡിയാണ്. എന്തിനു വേണ്ടി? പ്രണയിനിയെ കല്യാണം കഴിക്കാൻ വേണ്ടി. 5 നേരം നിസ്കരിച്ചിരുന്ന പെൺകുട്ടി അമ്പലത്തിൽ പോകാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, സ്നേഹം വളരെ ശ്രദ്ധിക്കേണ്ട ശിർക്കിന്റെ മേഖലകളിൽ ഒന്നാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ഏറ്റവും മുകളിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് ശ്രദ്ധിക്കണം. കാരണം ഇത് ഇടക്കിടക്ക് നഷ്ടപ്പെടാൻ സാധ്യത. നമ്മുടെ കയ്യിലുള്ള മക്കൾ പരീക്ഷണമാണ്. അള്ളാഹു നൽകി വലിയ വലിയ പരീക്ഷണമാണ്. സ്നേഹിക്കുന്ന ഭാര്യ പരീക്ഷണമാണ്. കാരണം നാളെ അള്ളാഹു അവന്റെ കൽപ്പന തിരഞ്ഞെടുക്കണോ അതല്ല ഇവരെ തിരഞ്ഞെടുക്കണോ എന്ന് നിന്റെ മുന്നിൽ ചോദ്യം വരുന്ന നിമിഷങ്ങൾ നിനക്ക് വരും. അത് വലിയ പരീക്ഷണമാണ്. സഹോദരങ്ങളെ, തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ ഓർമ്മപ്പെടുത്തലുള്ളത്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അള്ളാഹു കഴിഞ്ഞാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തത്തെക്കാൾ അടുപ്പമുള്ളവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പറഞ്ഞു പഠിപ്പിക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ ബാധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു പഠിക്കാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അന ബിമൻസിലത്തിൽ വാലിദി ലിൽ വലദ്. നിങ്ങൾക്ക് ഞാൻ ഒരു പിതാവ് മക്കൾക്ക് എങ്ങനെയാണോ അതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായ വാക്കാണ് പറഞ്ഞത്. അന ബിമൻസിലത്തിൽ വാലിദി ലിൽ ഇബ്ൻ. വാപ്പ മകൻ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ എല്ലാ വസ്തുക്കളെക്കാളും നമുക്ക് പ്രിയങ്കരമായിരിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല എന്നെ നിങ്ങൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും ഏറ്റവും സ്നേഹിക്കുന്നത് വരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ ധാരാളമുണ്ട്. അനേകം കിതാബുകൾ വിഷയത്തിൽ രചിക്കപ്പെടുന്നു. പക്ഷെ അതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ആകെത്തുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത, അതിന്റെ ആകെത്തുക 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ നുബുവത്തിൽ വിശ്വസിക്കുക. അവിടുത്തെ നുബുവത്തിൽ വിശ്വസിക്കുക. അവിടുന്ന് നബിയാണെന്ന് വിശ്വസിക്കുക. എന്താ അവിടുന്ന് നബിയാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഒന്നാമത്തെ കാര്യം, ആ പറഞ്ഞ കാര്യത്തിൽ കീഴിൽ 3 കാര്യം, നമ്മൾ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും പറയില്ലേ, 4 കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ നുബുവത്തിൽ വിശ്വസിക്കുക. അതിന് കീഴിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണെന്ന് വിശ്വസിക്കുക. അവിടത്തേക്ക് അള്ളാഹു സന്ദേശം എത്താറുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവാണ് അവിടുത്തെ തെരഞ്ഞെടുത്തത്. അങ്ങനെ വിശ്വസിക്കണം.
രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സർവ്വ മനുഷ്യരിലേക്കുമുള്ള നബിയാണ്. അവിടുത്തെ റിസാലത്ത് ആമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാല, അവിടുത്തെ പ്രവാചകത്വം സർവ്വ മനുഷ്യരിലേക്കുമുള്ളതാണെന്ന് വിശ്വസിക്കണം. ഇവിടെ ഈ അറബികൾക്കിടയിൽ ഒരു കാലത്ത് കയറിപ്പറ്റിയ ഒരു പഴച്ച ചിന്താഗതിന്റെ ആയിരുന്നു. അവിടുത്തെ അറബികളിലേക്കുള്ള ആളാണ്, പുറത്തേക്കില്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യരിലേക്കുമുള്ള നബിയാണ്. പോരാ, അവിടുന്ന് ജിന്നുകളിലേക്ക് കൂടിയുള്ള നബിയാണ്. മനുഷ്യരിലേക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്ക് കൂടിയുള്ള നബിയാണ്. അവിടുന്ന് ഹദീസിൽ പറഞ്ഞതായി കാണാം, എനിക്ക് മറ്റു നബിമാർക്ക് നൽകപ്പെടാത്ത 5 കാര്യങ്ങൾ പ്രത്യേകമായി നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് അവിടുന്ന് പറഞ്ഞു, വബുഇസ്തു ഇലന്നാസി ആമ്മ, ഞാൻ ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കുമായി നിയോഗിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ ABCD ആണ്, പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. കാരണം എന്തുകൊണ്ടാ, നമ്മൾ ABCD എന്ന് വിചാരിക്കുന്ന കാര്യം കാണാൻ കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ മറന്നു പോകുന്നു. മൂന്നാമത്തെ കാര്യം, അതിൽപ്പെട്ട ആൾക്കാരിടക്ക് മറന്നു പോകുന്ന കാര്യത്തിലൊന്നാണ്. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് ഖാതമുൻ നബിയീനാണെന്ന് വിശ്വസിക്കണം. ഇനി ഒരു നബി വരാനില്ല, അവസാനത്തെ നബിയാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബിയില്ല. ഇനി ഒരാൾ നബിയാണെന്ന് പറഞ്ഞ് ആകാശവും ഭൂമിയും കീഴ്മേൽ മറിച്ചാൽ പോലും വിശ്വസിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ആകാശവും ഭൂമിയും ഒരാൾ കീഴ്മേൽ മറിച്ചാലും ഇനി ഒരു നബി വരാനില്ല. അങ്ങനെ വിശ്വസിക്കണം. ആളുകളിൽ ചിലർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ സത്യമായിരിക്കോ, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നാട്ടില് ചില ആളുകൾ, ഇന്നലെ ഞാൻ സലഫിയാണെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ചില ആളുകൾ വരെ, അതാ ഹൈദരാബാദിൽ ഒരു നബി വന്നിട്ടുണ്ട്, മഹദിയ നബി, അങ്ങനത്തെ എനിക്കറിയില്ല, ആരൊരാൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഈ ABCDകൾ നമ്മൾ മറക്കാൻ പാടില്ല. അത് ABCD അല്ല, ഞാൻ ഏത് കാലത്ത് പഠിച്ചാൽ പറയരുത്. ഈമാൻ തജ്ദീദ് ചെയ്യുക എന്നത്, അടിത്തറകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നത് എന്തുകൊണ്ടും ആവശ്യമുള്ള കാലമാണിത്. ഇത് മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഒരു നബി വരാനില്ല, നബിമാർ അവസാനിച്ചു, നമ്മുടെ നബിയാണ് അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു നബി ഇല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഇനി വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരു അംഗമായിക്കൊണ്ടായിരിക്കും. അവിടുത്തെ ഹക്കമായിട്ടാണ് വരുന്നത്, നബിയായിട്ടല്ല, വിധികർത്താവായി. ഈ നബിയുടെ ദീൻ അനുസരിച്ച് വിധിക്കുന്ന വിധികർത്താവായാണ് വരിക, നബിയായിട്ട് വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ, റിസാലത്തിൽ വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ ബാധ്യത. അവിടുത്തെ വിശ്വസിക്കണം, അതിൽ സംശയം ഉണ്ടാവാൻ പാടില്ല, യാതൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. സംശയം ഉണ്ടാവരുത് സഹോദരങ്ങളെ, സംശയമുണ്ടാകരുത് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഒരു വാക്കു പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ എതിരെ നിന്നാലും മനസ്സിലാക്കുക അവിടുന്ന് നബിയാണ്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് പറഞ്ഞു ഇതെന്തായാലും ശരിയാവില്ല, എന്നാലും റസൂൽ പറഞ്ഞാൽ ശരി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിശ്വസിക്കേണ്ടത്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ അബദ്ധം പണിയില്ല. അങ്ങനെ വിശ്വസിച്ചേ തീരും. അവിടുന്ന് നബിയാണെന്ന വിശ്വാസത്തിന്റെ അർത്ഥം അതാണ്. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഒന്നാമത്തെ ബാധ്യത അവിടുത്തോടുള്ളത് അവിടുത്തെ നുബുവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ബാധ്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള രണ്ടാമത്തെ ബാധ്യത, മഹബ്ബതുഹു ബഅദ മഹബ്ബത്തില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കണം, ഏറ്റവും അധികം റസൂലിനെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോടുള്ള സ്നേഹം ഒരു മുസ്ലിമിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്. നോക്കൂ നിങ്ങൾ, സഹാബികൾ, മുൻഗാമികൾ, സലഫുകൾ, അവിടുത്തെ പേര് പറഞ്ഞു കേട്ടാൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വടി വറക്കുമായിരുന്നു അവിടുത്തെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കണ്ട ആളുകൾ പറയുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ ഇബ്നു മസ്ഊദിന്റെ മുഖം ചുവക്കും. അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ഹൃദയത്തെ അത്രയധികം
സ്വാധീനിച്ചിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അവിടുത്തെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്ത ഒരു രാത്രി പോലും എനിക്കില്ല. അവരുടെ ഇഷ്ടം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്, അവരെന്നെ കണ്ടിട്ടില്ല. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും അവന്റെ കുടുംബത്തെ ബലി നൽകിയിട്ടാണെങ്കിലും എന്നെ ഒരിക്കലെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. സ്നേഹത്തിന്റെ കടുപ്പത്രയാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനു പകരമായി കുടുംബം മുഴുവൻ നഷ്ടമായാലും സമ്പത്ത് മുഴുവൻ നഷ്ടമായാലും അത് അവർക്ക് പ്രയാസമുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള മഹബ്ബ, അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള ഇഷ്ടം അതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിച്ചതാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ സ്വന്തങ്ങളെ വിലയിരുത്തുക, നമ്മുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആക്ഷേപിക്കപ്പെടുന്നത് കാണുമ്പോൾ തണുത്തുറഞ്ഞ ഹൃദയങ്ങളുമായി നമ്മൾ പലരും ഇന്ന് നിൽക്കാൻ ഒരു പ്രയാസമില്ല. അവനെക്കുറിച്ചോ അവന്റെ പിതാവിനെക്കുറിച്ചോ അവന്റെ ഉമ്മയെക്കുറിച്ചോ അതിൽ ആ പറയപ്പെട്ടതിൽ താഴെയുള്ള എന്തെങ്കിലും ചെറിയ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ ഇളക്കി മറിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്ന ആളുകളോട് പോയിട്ട് എന്തെങ്കിലും നിങ്ങൾ കൈകാര്യം ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവന്റെ ഹൃദയം എന്താണ്? നിസ്സാരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ അത്ര നിസ്സാരമായി നമുക്ക് തീർന്നിരിക്കുന്നു. അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞ് ചോദിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ സ്വയം തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സ്നേഹിക്കുക അള്ളാഹു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റസൂലിനെ സ്നേഹിക്കുന്നത്? പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അവന്റെ റസൂലിനോടുള്ള സ്നേഹമാകുന്നത്. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു ഏറ്റവും അധികം സ്നേഹിച്ചവരാണ്. ഖുർആൻ നിങ്ങൾ നോക്കൂ, എത്ര ഇടങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ. എന്തൊരു ആദരവോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വിളിച്ചത്. സൂറത്തുൽ ദുഹാ നിങ്ങൾ നോക്കൂ. വദ്ദുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. കുറച്ചു ദിവസങ്ങൾ വഹയൊന്ന് നിലച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു ദിവസം വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വലിയ ദുഃഖമുണ്ടാക്കി. മുശ്രിക്കുകൾപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിന്റെ അടുത്ത് വന്നിരുന്ന ശൈത്താൻ നിന്നെ വെടിഞ്ഞതുപോലെ ഉണ്ട്, കാണാനൊന്നുമില്ലല്ലോ. കളിയാക്കി. അള്ളാഹുവിന്റെ റസൂൽ ദുഃഖമുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പരിഹരിച്ചുകൊണ്ടാണ് വദ്ദുഹ അവതരിക്കുന്നത്. വദ്ദുഹ എന്ന് പറഞ്ഞാൽ ഇരുട്ടുമാറി വെളിച്ചം പ്രകാശമായി അതിങ്ങനെ പ്രകാശം ശക്തമാകുന്ന സമയം. റസൂലിന്റെ ദുഃഖത്തെ അവിടുന്ന് അള്ളാഹു പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദുഹ, ദുഹ തന്നെയാണ് സത്യം. നബിയെ, ദുഃഖങ്ങൾ നീങ്ങി പ്രകാശം വരും. വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. എന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖല, എന്റെ റബ്ബ് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നിഅമത്തുകൾ. മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. അള്ളാഹുവിന്റെ നബിയെ, ആഖിറത്താണ് നിനക്ക് മുൻപുള്ളതിനേക്കാൾ നല്ലത്. ചില മുഫസ്സിറുകൾ അതിന് പറഞ്ഞു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ അടുത്ത നിമിഷം അതിന് മുമ്പുള്ള നിമിഷത്തെക്കാൾ നല്ലതായിരിക്കും. അങ്ങയുടെ അടുത്ത ദിവസം മുൻപുള്ള ദിവസത്തെക്കാൾ നല്ലതായിരിക്കും. ഓരോന്നും അങ്ങേക്ക് നല്ലതിലേക്ക് ഇനി അങ്ങേ നാം നയിക്കുകയുള്ളൂ. അലം യജിദ്ക യതീമൻ ഫആവ. യതീമായിരുന്നില്ല നബിയെ, അങ്ങനെയല്ലേ കണ്ടെത്തിയത്? ഫആവ, അള്ളാഹു അങ്ങേക്ക് അഭയം നൽകിയില്ലേ? വജദക ളാല്ലൻ ഫഹദ. നബിയെ, വഴികേടിലായിരുന്നില്ലേ? ഹക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ.
ഫഹദ, അള്ളാഹു താങ്കൾക്ക് വഴി കാണിച്ചു തന്നില്ലേ. നമുക്കൊരു സൂറത്ത്, എത്ര മനോഹരമായ ഒരു സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ചു. റസൂലിന്റെ ഒരു വേദനയ്ക്കാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എത്രയോ ആയത്തുകൾ നോക്കൂ, ചില സൂറത്തുകൾ നോക്കൂ, അതിന്റെ മഖാസിദുകൾ, അതിന്റെ ലക്ഷ്യങ്ങളായി പണ്ഡിതന്മാർ എണ്ണിയതാണ് തസ്ലിയത്തുൻ നബി, അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കലാണ് ഉദ്ദേശം. എത്രയോ സൂറത്തുകളുടെ ലക്ഷ്യം, അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് റസൂലിനെ ആശ്വസിപ്പിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഖസസ് നോക്കൂ നിങ്ങൾ, മൂസാ നബിന്റെ ചരിത്രമാണ്. ഹിജറ ചെയ്ത് തിരിച്ച് ഫിറഔനിന്റെ അടുത്ത് വന്ന് വിജയം നേടിയ ചരിത്രം. എന്തിനാണ് പറഞ്ഞു കൊടുത്തത്? നബിയേ, ഇങ്ങനൊരു ചരിത്രം വരാനുണ്ട്, അങ്ങ് വിജയിക്കും. റസൂലിനുള്ള ഓർമ്മപ്പെടുത്തലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചെറിയ വാക്കുകൊണ്ട് യഹൂദർ കളിയാക്കി, റാഇന എന്ന് പറഞ്ഞു. അള്ളാഹു ആയത്തെ അവതരിപ്പിക്കാൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ റാഇന എന്ന് പറയരുത്, ഊലുൻദുർന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ പുറത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാർ നബിനെ വിളിച്ചു. അപ്പൊ റസൂൽ വിളി കേട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അയാൾ വന്ന ആള് പറഞ്ഞു, ഞാൻ എന്നെ പുകഴ്ത്തിയാൽ വലിയ കവിയാണ്, എന്റെ അടുത്തുനിന്ന് പുകഴ്ത്തൽ കിട്ടിയാൽ അതൊരു മൻഖബത സ്ഥാനമാണ്, ഞാനെങ്ങാനും ചീത്ത പറഞ്ഞാൽ അത് നാട്ടുകാരുടെ ഇടയിൽ മോശമാവും. വന്ന ആൾ പറഞ്ഞു. അള്ളാഹു സൂറത്ത് അവതരിപ്പിച്ചു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. അള്ളാഹുവിന്റെ നബിയെ ആ മുറിക്ക് പുറത്തു നിന്ന് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിൽ ബഹുഭൂരിപക്ഷത്തിനും അല്ലെങ്കിൽ അവരിൽ ധാരാളം പേർക്കും കാര്യം മനസ്സിലാകുന്നില്ല. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. താങ്കൾ പുറത്തിറങ്ങുന്നവരെ അവർ കാത്തിരുന്നെങ്കിൽ അവർക്ക് അതായിരുന്നു നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ എന്തോ ഒരു വിഷയം ചർച്ചയുണ്ടായി. ചില ആളുകൾ ശബ്ദത്തിൽ സംസാരിച്ചു. അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ശബ്ദമുയർത്തരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ റസൂലാണ് സംസാരിക്കരുത്, അല്ലെങ്കിൽ അവിടുത്തെ സദസ്സിൽ സംസാരിക്കരുത്. നോക്കൂ, എത്ര വലിയ പരിഗണനയാണ് ആകാശഭൂമികളുടെ റബ്ബ് റസൂലിന് നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, അങ്ങേറ്റം സ്നേഹിക്കണം, അങ്ങേറ്റം സ്നേഹിക്കണം. അള്ളാഹു കഴിഞ്ഞാൽ അവിടുത്തെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കണം. നോക്കൂ, സഹാബികളിൽ ചിലർ അവരോട് ചോദിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അവരോട്, ചില ആളുകളോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, അങ്ങയുടെ ഒപ്പം സ്വർഗത്തിലുണ്ടാവണം, അതാണ് ആഗ്രഹം. കിട്ടിയ ചാൻസിൽ അവർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഈ സുജൂദ് അധികരിപ്പിച്ച് എന്നെ സഹായിക്കാം. അവരുടെ ആഗ്രഹം അതായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അറാബി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, കാര്യമായ അമലുകളൊന്നും എന്റെ അടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അള്ളാഹുവിനെ എന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്ന അവരൊപ്പം ഉണ്ടായിരിക്കും. അനസ് ഇബ്നു മാലിക് പറയാൻ, അന്ന് ഞങ്ങൾ സന്തോഷിച്ച അത്ര മറ്റൊരു ദിവസം ഞങ്ങൾ സന്തോഷിച്ചില്ല, അതുപോലെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്ന മറ്റൊരു ദിവസമില്ല. അനസ് ഇബ്നു മാലിക് പറയാം, അന ഉഹിബ്ബു അല്ലാഹ വറസൂലഹു വഅബാ ബക്കറിൻ വഉമർ. ഞാൻ അല്ലാഹുവിനെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സത്യസന്ധമായ സ്നേഹം നിങ്ങളെ ഖൈറിലേക്ക് എത്തിക്കും. സത്യസന്ധമായ സ്നേഹം വെറുതെ പറയാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇദ്ദഅ നാസുൻ മഹബ്ബത അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആൾക്കാർ ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്. ഫബ്തലാഹുമുല്ലാഹു ബിആയ. അപ്പൊ അവരെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ആയത്ത് അവതരിപ്പിച്ചു. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. ആയത്തുൽ ഇംതിഹാൻ എന്ന ആയത്തിന്റെ പേരെന്നെ പരീക്ഷിക്കാനുള്ള ആയത്ത്. സ്നേഹം പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഇത് കാണിച്ചു കൊടുക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. മൂന്നാമത്തെ കാര്യം, തഅസീറുഹു വതൗഖീറുഹു വതഅദീമുഹു.
അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവിടുത്തെ കുറിച്ച് ഒരിക്കലും ആദരവിന് അർഹതയില്ലാത്തൊരു സ്ഥലത്ത് പറയരുത്. അവിടുത്തെ പേരുച്ചരിക്കുമ്പോൾ ആദരിക്കണം. അവിടുത്തെ കുറിച്ച് പറയുന്നത് ഒരു കോമഡിന്റെ ഇടയിൽ ചില ആൾക്കാർ കാണാം, ഹദീസ് പറയാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തമാശയ്ക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആദരവില്ലാത്ത വാക്ക് പ്രയോഗിക്കുക, അല്ലെങ്കിൽ തമാശ പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടേണ്ടവരാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ലിതുഅസ്സിറൂഹു വതുഖിറൂഹു. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങളിലേക്ക് നാം അയച്ചിരിക്കുന്നത് നിങ്ങൾ അവിടുത്തെ സഹായിക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ ആദരിക്കാൻ വേണ്ടിയാണ്. നബി നിങ്ങൾ ആദരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത് ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ചില പണ്ഡിതന്മാർ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുമ്പോൾ ശബ്ദം താഴ്ത്തണം, ഒച്ചുണ്ടാക്കാൻ പാടില്ല, ശബ്ദം ഉയർത്താൻ പാടില്ല. ഹദീസ് പറഞ്ഞാൽ അതിന് മുകളിൽ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് ചില ആളുകൾ മുൻഗാമിലുണ്ട്. ഓർമ്മയിൽ താബിഈങ്ങളിൽ പെട്ട ചിലരാണ് ആ തഫ്സീർ പറഞ്ഞത്. ശബ്ദം ഉയർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലർ പറഞ്ഞു ഖുർആൻ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫഅൻസൈതു, അല്ലേ, മിണ്ടാതിരിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹമാണെന്നാണ് എന്റെ ഓർമ്മത്തിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കും ഈ പറഞ്ഞത് ബാധകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഖുർആൻ മാത്രമല്ല, മറിച്ച് ഹദീസിന് അതിൽ ഒരു പങ്കുണ്ട്. ഹദീസ് കേട്ടാൽ എന്ത് ചെയ്യരുത്, അവൾ വർത്താനം പറഞ്ഞിരിക്കരുത്, അതിനെ ആദരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണത്. സഹോദരങ്ങൾക്കറിയാം, ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാം ദാറുൽ ഹിജ്റ, ഹദീസ് പറയുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നതാണ്. വസ്ത്രം നല്ലത് ധരിച്ച്, തീബുകൾ പുരട്ടി, ചെരുപ്പ് നല്ലത് ധരിച്ച് ഹദീസ് പറയുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം തയ്യാറെടുക്കുമായിരുന്നു തന്നെ ഹദീസ് പറയാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം. സംസാരത്തിലാകട്ടെ, ചില ആളുകൾ കാണാം, ഈ വൃത്തിയില്ലാത്ത ആളുകൾ, നിരീശ്വരവാദികളും നിർമ്മതവാദികളും അള്ളാഹുവിന്റെ റസൂലിനെതിരെ പറയുന്ന ആരോപണങ്ങൾ ചിലപ്പോൾ മറുപടി പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അത് അതേപോലെ എഴുതി വെക്കും. അത് എഴുതിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപമായി കുഫാറുകൾ പറയുന്ന വാക്ക് അതേപോലെ എഴുതരുത്. അത് എങ്ങനെ ഒരു നല്ല മര്യാദയുള്ള വാക്കിൽ എത്തിക്കാൻ പറ്റുമോ അങ്ങനെ എത്തിച്ച് അതിന് മറുപടി മാത്രമേ, ഒരിക്കലും അതുപോലെ എഴുതരുത്. അവർ പല വൃത്തിയായിട്ട് പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽപ്പെട്ടതാണ് സംസാരത്തിൽ അവിടുത്തെ പേര് നല്ലതല്ലാത്ത സ്ഥലത്ത് പ്രയോഗിക്കരുത് എന്നത്. എന്തിനധികം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്, അദ്ദേഹം പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, അറബിയിൽ ഗ്രന്ഥങ്ങളുള്ള ഒരാൾ, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയതായി കാണാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവിടുത്തെ പേരിനോടൊപ്പം ഒരു വരിയിലല്ല, ഒരു പേജിലുമല്ല, ഒരു പുസ്തകത്തിൽ പോലും പറയാൻ പാടില്ലാത്ത ആളുകൾ അവരോടൊപ്പം റസൂലുള്ളാഹിന്റെ പേരും കൂടി എഴുതി വെക്കുന്നത് കാണാം. അത് അയാളുടെ അതിക്രമങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞതായി കാണാം. എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ടുവരുന്ന സ്ഥലം നബി പറഞ്ഞു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയും. പിന്നെ പറയുന്ന ആരായിരിക്കും? ആ ഭാഗത്തെ പറയാൻ പാടില്ലാത്ത ഒരാളുടെ പേരായിരിക്കും. അത് പറയുമ്പോൾ വേറിട്ട് നിൽക്കുന്ന പ്രയോഗങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തുക. സംസാരത്തിൽ പ്രയോഗിക്കേണ്ട മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട അനേകം അദബുകൾ ഈ രൂപത്തിലുണ്ട്. അള്ളാഹുവിനോട് പാലിക്കേണ്ട അദബുകളുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ അഖ്ലാഖ് അഹ്മദ് ഖുർആൻ എന്ന ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഇമാം നവവി അദ്ദേഹത്തിന്റെ ഖുർആൻ ഓതുന്ന അദബുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ പറഞ്ഞ ഒരു അദബ്, മനോഹരമായ ഒരു അദബാണ്. ഖുർആൻ ഓതുമ്പോൾ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ആക്ഷേപകരമായ വാക്കുകൾ വായിക്കുമ്പോൾ പതുക്കോത്, ശബ്ദം താഴ്ത്തുക. യഹൂദന്മാർ പറഞ്ഞ പല വാക്കുകൾ ഖുർആനില്ലേ, ഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, അത് പതുക്കോത്. അള്ളാഹുവിനെ കുറിച്ച് മോശം പറഞ്ഞ ഭാഗം പതുക്കോത്, അതിനുള്ള മറുപടി ശബ്ദം ഉയർത്തിയോത്. ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു, മോശം പറഞ്ഞത് പതുക്കെ പറയാൻ പ്രയാസമുള്ള കാര്യം നമുക്ക് പറയാൻ
അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വാക്ക് പറയാന്നുള്ള പ്രയാസം. നിങ്ങൾ ബനൂ ഇസ്രായേലുകാരുടെ സംഭവം നിങ്ങൾ സൂറത്തുൽ ബഖറ മുതൽ ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കൂ. അവർ ചെയ്ത അതിക്രമങ്ങൾ, അതിന്റെ കാഠിന്യം നമ്മളെ ബുദ്ധിമുട്ടിച്ചു കളയും. അള്ളാഹുവിനോട് അവർ ചെയ്ത മര്യാദകേടുകൾ ആവർത്തിച്ച് അതിൽ വീട് വരികയാണ്. ഇത് വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പാലിച്ച മോശമായ അദബ് എന്തിനത് പറയുന്നത്? നമ്മളതിനകം നിൽക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിൽ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു പറഞ്ഞ കവിതകളും പലതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇതൊക്കെ ചരിത്രകാരന്മാർ എന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. അതിൽ പറയുമ്പോൾ സാഹിത്യ ഭംഗിയോ അതല്ലെങ്കിൽ അറബി ഭാഷയിലെ മനോഹരമായ സാഹിത്യ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും അന്ന് എഴുതപ്പെട്ട കവിതകൾ അവരത് മൂടിക്കളഞ്ഞു, പറഞ്ഞില്ല, പറയാതെ മരിപ്പിച്ചു കളഞ്ഞു. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം അതിന്റെ ശരിയായ രൂപത്തിൽ. അവിടുത്തോടുള്ള ആദരവിനെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം ഞാൻ പറയട്ടെ, അവിടുത്തോടുള്ള ആദരവിന്റെ ഏറ്റവും നല്ല അടയാളം അവിടുന്ന് ആദരിച്ചതിനെ ആദരിക്കാന്നുള്ളതാണ്. അതേതാണ്? അവിടുന്ന് ഏറ്റവും ആദരിച്ചത് തൗഹീദാണ്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയ തൗഹീദിനാണ്. അതിനെ ആദരിക്കുക എന്നുള്ളത് അവിടുത്തോടുള്ള ആദരവിൽപ്പെട്ടത്. പല ആളുകളോട് സിയാറത്തിന് പോകുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അതായത് മദീനയിൽ സന്ദർശിക്കുമ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ ഖബർ സിയാറത്തിന്റെ അദബുകൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ചിലതിൽ കാണാം, ഖബറിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഹൃദയം ശൂന്യമാക്കി ബഹുമാനാദരവുകളോടുകൂടി തല താഴ്ത്തി ഖബറിന്റെ അരികിൽ നിൽക്കണം. അവന്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനെ പലതും എഴുതപ്പെട്ട ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത്തരം ചില വാക്കുകൾ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കും ഇങ്ങനെ നിൽക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? സഹാബികൾ അങ്ങനെ വന്നിരുന്നത് കൽബൊക്കെ ശൂന്യമാക്കി അങ്ങനെ വന്നിരുന്നില്ല. തൗഹീദ് ശരിയായ രൂപത്തിൽ പഠിക്കാത്തവന് ഖബറിന്റെ അടുത്ത് എത്തിയാൽ പഴക്കാനുള്ള സാധ്യത നല്ലോണ്ട്. കാരണം മനുഷ്യർ അവരുടെ തലമുറകൾ അനേകം നശിച്ചത് ഈ ഖബറിന്റെ അടുത്താണ്. അവിടെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യാം. അപ്പുറം ചെയ്യാതിരിക്കാം. നിന്റെ കൽബി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും. ചില ആൾക്കാർക്ക് സാഹിത്യകൃതി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറെ കാൽപ്പനിക ചിന്തകളൊക്കെ വരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇത് ആരാണ് ഈ സ്ഥലം, എന്താണിത്, അവിടുന്ന് എന്താണോ പറഞ്ഞത് അത് ചെയ്യാം, സലാം പറയാം, അതുപോലെ ഇവിടെ തിരിച്ചു പോലെ. സഹാബികൾ നോക്കൂ, നിങ്ങൾ യാത്ര പോയി കഴിഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്ഥിരപ്പെട്ട സംഭവമാണത്. മദീനക്കാരായ ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണത്. യാത്ര പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യും. അവർ ഖബർ സിയാറത്ത് അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല. ചില ആൾക്കാർ മദീന വന്ന് എല്ലാ ദിവസവും എല്ലാ വക്തിനും ഖബർ സിയാറത്ത് ചെയ്യേണ്ടിയില്ല. ഇതൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ ആദരവ് കുറക്കുന്നതല്ല. സഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതല്ലേ ഖബറിന്റെ പുറകെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പോകുമ്പോൾ റസൂലല്ലേ ആ മുന്നിലിരിക്കുന്നത്, നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക. ഏതെല്ലാം രൂപത്തിൽ ശൈത്താൻ ഫിത്നകൾ കൊണ്ടിടാൻ സാധ്യതയുണ്ട് അതിനൊക്കെ സാധ്യത സ്ഥലമാണ്. ആ അർത്ഥത്തിൽ ആളെ പഠിച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, ആളെ പ്രശ്നം കൊണ്ടാണ്. ഖബറിന്റെ അരികിൽ ചെല്ലുമ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ചില ആളുകൾക്ക് ചിലപ്പോ ഖബറിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഖബർ കുറച്ച് എപ്പുറത്തായിരിക്കും, അവൻ ഇവിടെ നിന്ന് ദുആ ചെയ്തിട്ടുണ്ട്, അതിൽ ദുആ ചെയ്തിട്ടുണ്ട്, അവന് ഖബർ ഉദ്ദേശിച്ച് ദുആ ചെയ്തായിരിക്കില്ല, അവൻ ദുആ ചെയ്തു. പക്ഷെ ദുആ ചിലപ്പോൾ പെട്ടെന്ന് അള്ളാഹു ഒരു പരീക്ഷണം പോലെ സ്വീകരിക്കും. അപ്പൊ ചിന്തിക്കും, ഞാൻ ആ ഖബറിന്റെ അടുത്തുനിന്ന് ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് സ്വീകരിച്ചല്ലോ, അത് പരീക്ഷണമാണ്. ഖബറും നിന്റെ ദുആയിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലല്ലാതെ യാതൊരു ഖൈറുമില്ല എന്ന് മനസ്സിലാക്കുക. സ്വയം ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ആദരിച്ചത് എങ്ങനെ അങ്ങനെ ആദരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, അതിന്റെ അപ്പുറത്ത് ചവിട്ടരുത്, അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു കാല് പോലും വെക്കരുത്.
എന്താണ് അവിടുന്ന് പറഞ്ഞത്? അതിന് നിൽക്കുക. ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പുതിയതുണ്ടാക്കല്ലേ. നിങ്ങൾക്ക് മതിയാവുന്നതെല്ലാം അള്ളാഹുവിന്റെ ദീനിലുണ്ട്. സഹാബികൾ പറഞ്ഞ വാക്കാണത്. അവർ പറഞ്ഞത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോരാ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, മസ്ജിദ് നബിയിൽ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാരും കൂടി ആയതുകൊണ്ട് ശബ്ദം അവിടെ നിന്ന് വല്ലാതെ ഉയർത്തി സംസാരിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടാവും ശബ്ദം. രണ്ടാളുകൾ ഖബറിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഒച്ചത്തിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം അവരെ വിളിച്ചു. എവിടുന്നാന്ന് വെച്ചു? ഒരു പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദീനക്കാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ശിക്ഷ നൽകുമായിരുന്നു. ഖബറിന്റെ അരികിൽ ഖബറിന്റെ അരികിൽ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. അത് അവിടുത്തെ അദബിൽപ്പെട്ടത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്? ഒച്ച ഉണ്ടാക്കരുത്. അവിടെ അദബിൽ നിൽക്കുക. അദബിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ചെയ്യുക, അതിനപ്പുറത്ത് അധികരിപ്പിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക. എങ്ങനെ ഇത്തിബാ ചെയ്യേണ്ടത്? അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ അത് വിശ്വസിക്കാം. പ്രധാനമായും 3 കാര്യം അല്ലെങ്കിൽ 4 കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാം. അവിടുന്ന് ചരിത്രം പറഞ്ഞു വിശ്വസിക്കാം. അവിടുന്ന് പറഞ്ഞു വിശ്വസിക്കാം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾ ഒരു പശുവിന്റെ മേലെ കയറി ഇരുന്നിട്ട് കുതിരനെ അടിക്കുന്നത് പോലെ അതിനടിച്ചിട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ പശു പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടിയല്ല പഠിച്ചത്, ഞങ്ങൾ അള്ളാഹു പഠിച്ചിരിക്കുന്നത് കൃഷിക്ക് വേണ്ടിയാണ്. സഹാബികൾ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം. അത്ഭുതം തന്നെ, പശു സംസാരിക്കുക നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദ വ അബൂബക്കർ വ ഉമർ. ഞാൻ ഈ പറഞ്ഞതിൽ വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കറും ഉമറും വിശ്വസിച്ചിട്ടുണ്ട്. സഹാബി ഹദീസ് പറയുന്ന സഹാബി പറയാം, അബൂബക്കർ ഉമർ ആ സദസ്സിലുണ്ടായിരുന്നില്ല റളിയല്ലാഹു അൻഹുമാ. അവിടുന്ന് പറഞ്ഞു, ഇതേ ഹദീസ് തന്നെ കാണാം, ഒരു ചെന്നായ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ചെന്നായ സംസാരിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറും ഉമറും വിശ്വസിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു വിശ്വസിക്കുക. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനിങ്ങനെ കരാറ് ഈ രൂപത്തിൽ ഏൽക്കണം? പിന്നീട് അള്ളാഹു അത് വിജയമായിരുന്നു ആയത്ത് അവതരിപ്പിച്ചു. പിൽക്കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമായിരുന്നു, ഞാൻ ഇത്തഹിമു ആറാക്കും, നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളെ നിങ്ങൾ എപ്പോഴും മുൻവിധിയോടുകൂടി സമീപിക്കുക. നിങ്ങളുടെ അഭിപ്രായം നല്ലതാന്നുള്ള രൂപത്തിലല്ല, എന്റെ അഭിപ്രായത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാവണം. ഹദീസിന് വിരുദ്ധമായി നിന്റെ അഭിപ്രായം പോകുന്നത് കണ്ടാൽ മനസ്സിലാക്കി നിനക്കെന്തോ കുഴപ്പമുണ്ട്. ഹദീസിന് ഒരു കുഴപ്പമുണ്ടാവില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന് കുഴപ്പമുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരു കാരണവശാലും ഉണ്ടാവില്ല. നിനക്കതിൽ പിന്നെ സംശയം തോന്നണോ? നീ ചിന്തിക്കുക, നിന്നെക്കാൾ ബുദ്ധിയുള്ള, നിന്നെക്കാൾ വിവരമുണ്ടായ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, സഹാബികളും താബിഈങ്ങളും തബിഉ താബിഈങ്ങളും ഇമാമീങ്ങളും അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാരൊക്കെ ഇതിൽ വിശ്വസിച്ചു. നിനക്ക് മാത്രമേ കുഴപ്പമെങ്കിൽ നിനക്കാണ് പ്രശ്നമുള്ളത്, ഹദീസിനല്ല. അവിടുന്ന് പറഞ്ഞതിൽ വിശ്വസിക്കുക, അവിടുന്ന് കൽപ്പിച്ചാൽ അനുസരിക്കുക, ധിക്കരിക്കരുത്. അവിടുന്ന് വിലക്കിയാൽ അത് ഉപേക്ഷിക്കുക. അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ മാത്രമേ ഇബാദത്ത് ചെയ്യുന്ന 4 കാര്യങ്ങൾ. എന്നതാ? നിങ്ങൾ റസൂൽ തന്നെ പഠിച്ചായിരിക്കും. പറഞ്ഞ് വിശ്വസിക്കുക, കൽപ്പിച്ച അനുസരിക്കുക, വിലക്കി അത് ഉപേക്ഷിക്കുക. 4-മത്തെ, അവിടുന്ന് പഠിപ്പിച്ച പോലെ ഇബാദത്ത് ചെയ്യുക. ഇബാദത്തിൽ നിങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, സമയം കുറച്ചുള്ളൂ. ഞാൻ 2 വാക്കുകളിൽ പറയണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദ് മനസ്സിലാക്കിയവരെ, സുന്നത്ത് മനസ്സിലാക്കിയവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ അഖ്ലാഖ്, നമ്മുടെ അദബുകൾ. അദബ് നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി പഠിക്കണം. അഖ്ലാഖ് മാറ്റമുണ്ടാക്കണം. ഒരു വർഷം മുന്നുള്ള നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും നോക്കുക. എന്തെങ്കിലും ഒരു മാറ്റം എനിക്കുണ്ടായോ? എന്റെ പെരുമാറ്റത്തിൽ, എന്റെ സംസാരത്തിൽ, എന്റെ കുടുംബത്തോടുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും നല്ലൊരു കാര്യം എനിക്കൊരു വ്യത്യാസമുണ്ടായോ? നമ്മൾ എത്രയോ കേട്ട പല കാര്യങ്ങളില്ലേ നമ്മൾ അമലിയാതെ ബാക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു ഒരു നല്ല ഖൈറിന് തുടക്കം കുറിക്കാൻ അർത്ഥത്തിൽ പറയട്ടെ. എത്രയോ കാലമായി നമ്മൾ കേട്ട കാര്യം, 40 ദിവസം തക്ബീറത്ത്, 1ാമത്തെ തക്ബീറത്ത് കിട്ടുകൊണ്ട് സ്കെച്ച്. എന്താ ഉള്ളത്? നിഫാഖിന് അവന് സുരക്ഷിതത്വമുണ്ട്. പിന്നെയോ
നരകത്തുനിന്ന് കാവലുണ്ട്. ബിസ്മില്ലാ നിങ്ങൾ തുടങ്ങി നോക്കിയത്. 40 ദിവസം തക്ബീർ മിസ്സാവാതിരിക്കുക. ഒരു 40 ദിവസം കഴിഞ്ഞ് ഇനി തക്ബീർ വേണ്ട. 40 ദിവസം കഴിഞ്ഞാൽ തീരുമാനം എടുക്കാം. ഒരു വർഷം. സലഫുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, 40 വർഷമായിട്ട് എനിക്ക് തക്ബീർ മിസ്സായിട്ടില്ല. നമ്മൾ സലഫുകൾ ചരിത്രം വായിക്കല്ലേ അല്ലേ, നമ്മളത് വായിച്ചു പോകാനുള്ളതല്ലോ. നമ്മൾ ചെയ്തു നോക്കുക. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഒന്ന് മിസ്സാവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. മാറണം. ഞാൻ സെൽഫിയാണ് പറഞ്ഞുകൊണ്ടത്തെ കാര്യമുള്ളത്. ഒരു കാര്യം അള്ളാഹ് യാതൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ അമൽ അതിനനുസരിച്ചല്ലെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവണം. ഓരോ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മാറ്റം ഉണ്ടാവണം. പറ്റുമെങ്കിൽ ഓരോ ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മാറ്റം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു നല്ലത് പഠിക്കുക, എന്തെങ്കിലും നല്ലത് ചെയ്തു നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി വെക്കുക. എങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന രൂപത്തിലറിയാം. എപ്പോഴാണ് മരണം വരുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്ര ആളുകൾ പെട്ടെന്ന് പോയത് അല്ലേ. നമ്മൾ പറഞ്ഞില്ല ആവാൻ സാധ്യതയില്ലേ, ഉറപ്പായും സാധ്യതയുണ്ട്. നാളെ നമ്മൾ ഞാൻ പോയി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ പോയി എന്തായാലും അയാൾ പോയി എന്ന് പറയും. അതേപോലെ നിങ്ങൾ ആരെങ്കിലും പോയാൽ ബാക്കിയുള്ളവർ പറയും അയാൾ പോയി. നമ്മളാരും വിചാരിച്ചോ? പക്ഷേ നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കാതിരിക്കണേ. ആ ചെങ്ങാതി അയാളെ ഖബറിൽ എന്താണ് ഈ ചെയ്യുന്നുണ്ടാവുക? അയാളെ അവസ്ഥ എന്തായിരിക്കും? അയാൾ രക്ഷപ്പെട്ടോ, അയാൾ പരാജയപ്പെട്ടോ? നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നന്നായി ചിന്തിക്കുക, ശരിയാക്കാൻ അസ്മുണ്ടാവുക. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അസീമതു അല റുഷ്ദ്, നന്മ ചെയ്യാനുള്ള ഉറച്ച തീരുമാനം അള്ളാഹുവോട് ചോദിക്കണം. അതാണ് നമ്മളെ പലരും മിസ്സാക്കുന്നത്. ഒരു ഉറച്ച തീരുമാനം കിട്ടുന്നില്ല. അൽ അസീമതു അല റുഷ്ദ്, തീരുമാനിക്കാം, ശരിയാവും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ഞാൻ വഴി കാണിക്കും. അള്ളാഹ് പറഞ്ഞ വാക്കാൻ. അള്ളാഹു സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ? അള്ളാഹ് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ വാഗ്ദാനം പാലിക്കാതിരിക്കും? ഇല്ല. പരിശ്രമിച്ചു നോക്കി, അള്ളാഹ് വഴി കാണിക്കും. സഹോദരങ്ങൾ, മടുക്കരുത്. നന്മയിൽ തുടങ്ങിയ ആളുകൾ ചിലപ്പോൾ കുറച്ചങ്ങ് നീങ്ങിയാൽ മടുക്കരുത്. കുറച്ച് ദിവസമുള്ളൂ, കഴിഞ്ഞാൽ പരലോകം അവസാനിക്കാതെ ബാക്കിയുണ്ട്. അതുകൊണ്ട് മടുക്കാതെ മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم إنا على ذكرنا وشكرك اللهم إنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نسألك من خير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله ما علمنا عاجله وآجله ما علمنا منه وما لم نعلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.